ആദ്യം കുട്ടിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് പറയാം. കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴും അതീവ ഗുരുതരമായി തന്നെ തുടരുന്നുണ്ട്. മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഈ കുട്ടി ചികിത്സയിലുള്ളത്. ഇന്ന് രാവിലെ കുട്ടിയുടെ മാതാവുമായി സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ പറഞ്ഞത് കുട്ടിക്ക് ഇന്ന് രാവിലെ മുതൽ തന്നെ കടുത്ത പനിയുണ്ട്, മാത്രമല്ല ശ്വാസതടസ്സവും അനുഭവപ്പെടുന്നുണ്ട്. ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, അതായത് ആരോഗ്യനിലയിലെ പുരോഗതി സംബന്ധിച്ച് ഇപ്പോഴൊന്നും ഡോക്ടർമാർ പറയുന്നില്ല എന്നുകൂടി കുട്ടിയുടെ കുടുംബം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ മൻസൂർ ആശുപത്രിയിലേക്ക്, കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലേക്ക് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഇവിടെ KSU പ്രവർത്തകരും പോലീസും തമ്മിലാണ് ഈ വാക്കുതർക്കമുള്ളത്. KSU പ്രവർത്തകർക്ക് മാനേജ്മെന്റ് അകത്തേക്ക്, അതായത് ഈ ആശുപത്രി മാനേജ്മെന്റുമായി സംസാരിക്കുന്നതിന് വേണ്ടി അകത്തേക്ക് പ്രവേശിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് KSU ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയത്. പക്ഷേ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഇവിടെ തടഞ്ഞു. ഹോസ്ദുർഗ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പ്രവർത്തകരെ തടഞ്ഞത്. ഇതോടുകൂടി പ്രവർത്തകരും പോലീസും തമ്മിലുള്ള നീ പിരിക്കാൻ പോകുന്നുണ്ടോ കേട്ടോ? പിരിവാങ്ങാൻ ആരാ പിരിവാങ്ങാൻ പോകുന്നേ? നീ പിരിവാങ്ങാനുണ്ടോ? പല കാര്യത്തിനും പിരിവാങ്ങാൻ എന്ത് പിരിവാങ്ങാനാണ് പോകുന്നത്? ആദ്യം പ്രജി, ഇത് തന്നെയാണ് KSU ജില്ലാ പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തിയിരുന്നു. ഞാൻ പറയട്ടെ, പ്രജിൻ, KSU ജില്ലാ പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള KSU പ്രവർത്തകരാണ് ഇവിടേക്ക് എത്തിയത്. അവർ ഈ ഹോസ്പിറ്റലിനകത്തേക്ക് ആശുപത്രി മാനേജ്മെന്റുമായി സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആശുപത്രിക്ക് മുന്നിലേക്ക് എത്തി. അതിനുശേഷമാണ് ഹോസ്ദുർഗ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം തടഞ്ഞത്. അങ്ങനെ ഇരു കൂട്ടരും തമ്മിലുള്ള വാക്കുതർക്കമുണ്ടായി. പോലീസ് ആശുപത്രി മാനേജ്മെന്റിൽ നിന്ന് പണം വാങ്ങിയാണ് ഇവിടെ കാവൽ നിൽക്കുന്നത് KSU ആരോപിച്ചു. ഇതോടുകൂടിയാണ് പ്രവർത്തകരും പോലീസും തമ്മിലുള്ള തർക്കം രൂക്ഷമായത്. പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ നിലവിൽ തടഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് അവസ്ഥ? ഞങ്ങൾ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞ കാര്യം, ഇതിൻ്റെ അകത്തേക്ക് ഒരു വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെയോ അല്ലെങ്കിൽ യുവജന പ്രസ്ഥാനങ്ങളുടെ നേതാക്കളെയോ കടത്തിവിടുന്നില്ല.